എല്ലായ്പ്പോഴും അതായത് കീസോളുമായിട്ടുള്ള ഓരോ കുടുംബത്തിൻ്റെയും ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇമോഷണൽ കണക്റ്റാണ്. ആ ഒരു കണക്റ്റ് ഉള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു എല്ലാ കാര്യത്തിലും കേരളം മുന്നിൽ നിന്ന് ഏറ്റവും നേതൃത്വം കൊടുത്ത ഒരു സംസ്ഥാനമാണ്. പേര് ശ്രീലത പ്രദീപ്, പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയാണ് സ്വദേശം. ഫാമിലി മൊത്തം ആയിട്ട് ഞങ്ങൾ എല്ലാവരും RCM ജീവിക്കുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെ, കേരളത്തിലെ എല്ലാ ലീഡേഴ്സും ഈ ഒരു സമയം നന്ദിയോടെ ഓർത്തുകൊണ്ട്, അതുപോലെ തന്നെ പ്രിയങ്ക മാമിന്റെ ഞാൻ കാര്യം പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. മാം എപ്പോഴും കേരളത്തെക്കുറിച്ച് പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന. കേരളത്തിലെ ഫസ്റ്റ് കീസോളിന്റെ ഒരു സെലിബ്രേഷൻ നടന്ന് 265ഓളം ആൾക്കാര് ഇതേപോലെ PQC, അന്ന് PQC എന്നാണ് അറിയപ്പെടുന്ന ഉഡാൻ പോലെ തന്നെ. അപ്പോൾ അത് നടന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മാം ഒരിക്കൽ പറയുകയുണ്ടായി, കേരളമാണ് എനിക്ക് ധൈര്യം തന്നത്. കീസോൾ എന്ന ഈ ഒരു കീസോളിലൂടെ, ഹൈജീനിലൂടെ അത് കുറച്ചും കൂടെ വലിയ രൂപത്തിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ധൈര്യം തന്ന ഒരു സംസ്ഥാനം കേരളമാണെന്ന് മാം പറയാറുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഈ ഒരു മാസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ, വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആണ്. ശരിക്കും പറഞ്ഞ നല്ല ഒരു തിരക്കുള്ള മാസമാണ് എന്നെ സംബന്ധിച്ചത്. ഇപ്പോഴും ഇനിയും ഈ ഒരു മണിക്കൂർ ഞാൻ മാറുമ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് വരുന്ന കോളുകളും മെസ്സേജുകളും മറ്റൊന്നുമല്ല, ഹൈജീൻ ക്യാമ്പയിൻസ് നടത്തുന്നതിനെ കുറിച്ച്, ബാനറിനെ കുറിച്ച്, ലെറ്ററിനെ കുറിച്ച്. കേരളത്തിന് പുറത്ത് വളരെ ഗംഭീരമായിട്ടാണ് ഹൈജീൻ ക്യാമ്പയിൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും നടത്തുന്ന ഹൈജീൻ ക്യാമ്പയിൻസിന്റെ എണ്ണം എനിക്ക് ഇട്ടു തരുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് 13-ാം തീയതി ആയപ്പോഴേക്കും 48 ഹൈജീൻ ക്യാമ്പയിൻ നടത്തിയ വ്യക്തിയുണ്ട്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ബാക്കി എല്ലാവരും അടുത്തടുത്ത നമ്പറിൽ നിൽക്കുകയാണ്. ഒന്ന് ചിന്തിക്കാനുള്ള സമയമായി, നമ്മൾ എത്രണ്ണം നടത്തി. മറ്റൊന്നും കൊണ്ടല്ല ചോദിച്ചത്, കേരളം എല്ലാ കാര്യത്തിലും മാതൃക കാണിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഏതൊരു കാര്യവും ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത് കേരളമാണ്. അത് കണ്ട് ആണ് മറ്റുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും പഠിക്കുന്നത്. പക്ഷെ ആ മാതൃക കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ പുറകോട്ട് മാറുന്നോ എന്ന് ഒന്ന് ചിന്തിക്കുക. അത് ഒന്ന് ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ 2023 റാലി സ്റ്റാർട്ട് ചെയ്തത്. വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേയോടനുബന്ധിച്ച് റാലീസ് സ്റ്റാർട്ട് ചെയ്ത്, ഈ പ്രാവശ്യം റാലീസിന് ഒരുപാട് എൻകറേജ്മെന്റ് കൊടുത്തിട്ടില്ല. എന്നാൽ പോലും റാലീസ് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റ് ഹൈജീൻ റാലി നടത്തിയത് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, കേരളമായിരുന്നു. അപ്പൊ കേരളത്തിലെ ആ ഫോട്ടോഗ്രാഫ്സും ആ റാലി ചെയ്തതും വെച്ചിട്ടാണ് ഇന്ത്യ ഒട്ടാകെ റാലീസ് നടത്തിയത്. അപ്പം നമ്മൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ, നമുക്ക് കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടാണോ? പക്ഷെ നമ്മൾ എവിടേക്കോ നമ്മൾ ഫസ്റ്റ് മുന്നോട്ട് വരും. എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ നമുക്കറിയാം. പക്ഷേ നമ്മൾ അത് മാതൃക കാണിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് നമ്മൾ പിന്നെ കുറച്ച് പുറകോട്ട് മാറി നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഇനിയും സമയമുണ്ട്, ഹൈജീൻ ക്യാമ്പയിൻസ് നടത്തണം. ഒരു കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, RCM എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിൻ്റെ മറ്റ് ഒരു സൈഡിൽ കൂടെ നമ്മൾ എല്ലാ കാര്യവും ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു സേവാഭാവം ഉള്ളിലുണ്ടാവണം എന്നുള്ളത് നമ്മൾ രൂപാന്തര യാത്രയുടെ സമയത്ത് പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്, നമുക്ക് കിട്ടിയ നന്മ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. സമൂഹത്തിൽ എത്രത്തോളം നന്മ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു അത്യാവശ്യ കാര്യമാണ് ഈ വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ഡേയോടനുബന്ധിച്ച് ഹൈജീൻ ക്യാമ്പയിൻസ് നടത്തുക എന്നുള്ളത്. മാക്സിമം ക്യാമ്പയിൻസ് നടത്താൻ ശ്രദ്ധിക്കുക. ഈ പറയുന്ന നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ലീഡേഴ്സൊക്കെ കഴിഞ്ഞ മാസം ബിൽവാടായിക്ക് പോയിട്ട് വന്ന സമയത്ത് എല്ലാവരും ഏറ്റെടുത്ത ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഹൈജീൻ പ്രോഡക്ട്സിൽ ഉള്ള നമ്മുടെ മെൻസ് ഇൻറ്റിമേറ്റ് വാഷും വിമൻസ് ഇൻറ്റിമേറ്റ് വാഷും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. ഇത് നമ്മുടെ ഹാബിറ്റ് ആവണം. എങ്ങനെ? ബ്രഷും പേസ്റ്റും രാവിലെ എഴുന്നേറ്റാൽ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ, അല്ലെങ്കിൽ കുളിക്കാൻ കയറുമ്പോൾ സോപ്പ് വേണമെന്നുള്ള ഒരു ആവശ്യം നമുക്കത് ഇല്ല, അത് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ ഹാബിറ്റാണ്. അതേപോലെ തന്നെ ഈ ഇൻറ്റിമേറ്റ് വാഷ്
നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം, ഹാബിറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എന്താ പറയുന്നത്, ഇപ്പൊ കണ്ടുവരുന്ന പല രോഗങ്ങൾ ഇല്ലാതാകാൻ ഒരുപക്ഷെ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ മാക്സിമം ഇന്റിമേറ്റ് വാഷ് പ്രൊമോട്ട് ചെയ്യുക. ശരിക്കും ഈ ഒരു എന്താ പ്ലാറ്റ്ഫോമിലേക്ക് സമയം കണ്ടെത്തി ഞാൻ കയറിയതാണ്. എന്താന്ന് വെച്ചാൽ ഓരോ ദിവസവും സെപ്പറേറ്റ് ആയിട്ട് സെഷൻസ് ചോദിക്കുന്നവരുണ്ട്. ഇന്റിമേറ്റ് വാഷിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സാനിറ്ററി പാഡുകളെ കുറിച്ചാണെങ്കിലും. ഇന്ന് ഇതേപോലെ, അതായത് പേഴ്സണൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാറ്റഗറി നമുക്ക് കീസോളിനകത്തുണ്ട്. ഹൈജീൻ പ്രോഡക്ട്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു സെക്ഷനാണ് ലോഞ്ചറി. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഒരുപക്ഷെ ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം ഇത് എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്താണ് ഈ പറഞ്ഞത്, ഒരു ഐഡിയ ഇല്ലല്ലോ എന്ന് പോലും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും. കുറേ നമ്പറുകൾ, കുറേ കാര്യങ്ങൾ. ഇത് എനിക്ക് ഇതേപോലെ തോന്നിയതാണ്. ഫസ്റ്റ് ടൈം ലോഞ്ചറി സെഷൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് കുറേ കോഡുകൾ, ഇതൊക്കെ എങ്ങനെ തിരിച്ചറിയും, ഇത് എന്തിനാ ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്, കുറേയൊക്കെ എഴുതിയിട്ടിട്ട് പിന്നെ അത് നോക്കിക്കഴിയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പക്ഷേ അത് ആവശ്യമാണെന്നും ഒരുപക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ, അതായത് ഒരു പെൺകുട്ടി ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നിമിഷം മുതൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാറ്റഗറിയാണ് ലോഞ്ചറി. എഴുതുന്നത് ലിഞ്ചറി എന്നാണെങ്കിലും ഫ്രഞ്ച് വേർഡ് ആയതുകൊണ്ട് ലോഞ്ചറി എന്ന് പറഞ്ഞ വിമൻസ് ഇന്നർ ഗാർമെന്റ്സ് എന്നാണ് അർത്ഥം. ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട്. ശരിക്കും ഒരു പെൺകുട്ടിയുടെ ബോഡി ഷേപ്പിനെ, ബോഡിയെ കംപ്ലീറ്റ് ആയിട്ട് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന ഇന്നർ ഗാർമെന്റ്സ് ആണ്. അതുകൊണ്ട് ഇത് തീർത്തും അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങൾ എത്ര ഭംഗിയുള്ള ഔട്ടർ ഗാർമെന്റ്സ് ഔട്ട്ഫിറ്റ്സ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഭംഗി തോന്നണമെങ്കിൽ ഈ പറയുന്ന ഇന്നർ ഗാർമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം. ഇത് കറക്റ്റ് അല്ലെങ്കിൽ എത്ര ഭംഗിയായി സ്റ്റിച്ച് ചെയ്തതായാലും എത്ര ഭംഗിയുള്ള ഡ്രസ്സായാലും അതിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ഈ പുറമെ ഇടുന്ന ഔട്ട്ഫിറ്റ്സിന് നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിലേറെ ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മൾ ഇന്നർ ഗാർമെന്റ്സ്. ഇന്നർ ഗാർമെന്റ്സ് ഭംഗിക്ക് മാത്രമല്ല, നമ്മുടെ ഹെൽത്തിനും കൂടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പോസ്ചർ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പലതരം വേദനകൾ, ഇതൊക്കെ ഇൻഡയറക്ട്ലി ഈ ലോഞ്ചറിയുമായിട്ട് നമുക്ക് കണക്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് പക്ഷെ ഒരിക്കലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ ഇത് എന്താ പറയുക, ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കാൻ. ഇനി കറക്റ്റ് ആയിട്ടുള്ള ബ്രാ ധരിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇതാരും നമുക്ക് പറഞ്ഞു തരാത്ത കാര്യമാണ്. പല കാര്യങ്ങളും ആൾക്കാർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ പോലും ലോഞ്ചറെ ധരിക്കുമ്പം കറക്റ്റ് ലോഞ്ചറെ, കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഫിറ്റിംഗ് ബ്രാ ധരിക്കണമെന്ന് ആരും നമ്മളോട് പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് പ്രോപ്പർ ഫിറ്റിംഗ് ആയിട്ടുള്ള ബ്രാ ധരിച്ചാൽ മാത്രമേ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ 100% കൂടി നിൽക്കുകയുള്ളൂ. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ബ്രാ ധരിക്കുമ്പോൾ ഇതിന്റെ ആ പിക്ചർ കാണുമ്പോൾ നമുക്കറിയാം, കറക്റ്റ് ഷോൾഡർ ബ്ലേഡിന്റെ താഴെ കിടക്കണം ബ്രായുടെ ആ സ്ട്രാപ്പ്. പിന്നെ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. ലൂസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ബ്രാ ഇപ്പൊ സെക്കൻഡ് പടത്തിൽ കാണുന്നത് പോലെ ഇതിങ്ങനെ കിടക്കും. ടൈറ്റ് ആയി കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ബൾജസ് ഉണ്ടാവും. ഷോൾഡറിലേക്ക് ടൈറ്റ് ആയിട്ട് കിടക്കുമ്പം ഷോൾഡർ പെയിൻ വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബ്രെയിൻ കഴിഞ്ഞാൽ, അതായത് തലയോട്ടി കഴിഞ്ഞാൽ പിന്നെ ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു നട്ടലുണ്ട്, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളം അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ സ്പൈനൽ കോഡിൽ നിന്നുമാണ് പല നാഡികൾ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ പാസ് ചെയ്യുന്നത്. അതായത് നെർവ്സ് രണ്ട് സൈഡിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ നെക്കിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന നെർവ് ഏതെങ്കിലും ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ധരിച്ചു കഴിയുമ്പോൾ ഇവിടെ പ്രസ് ആവുന്നുണ്ടെങ്കിൽ
കൈക്ക് വേദന വരാം, ഷോൾഡർ പെയിൻ വരാം. ഇതൊക്കെയാണ് കറക്റ്റ് ഫിറ്റിംഗ് ബ്രായുടെ ഇമ്പോർട്ടൻസ്. ഇതൊന്നും ഇത്രയും സയന്റിഫിക് ആയിട്ട് ആരും ചിന്തിക്കത്തുമില്ല, ആരും ഇതൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഉള്ളിലിടുന്നതല്ലേ, എങ്ങനെ വേണമെങ്കിലും ഇടാമെന്ന് ചിന്തിക്കും. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഷോൾഡർ പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ പുറത്ത് കിഴപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്രാ ഇടുന്നത് ധരിക്കുന്നത് കറക്റ്റ് സൈസ് ആണോ എന്ന് ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്പൈനൽ കോഡിൽ നിന്നും 2 സൈഡിലേക്ക് നെർവ്സ് പാസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്കുള്ള സപ്ലൈ ആണ്. അപ്പം ഇത് കറക്റ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ളത് ധരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. പിന്നെ ഈ വയേഴ്സ് ഉള്ള ബ്ര, ഷേപ്പ് കിട്ടാൻ വേണ്ടി വയേർഡ് ബ്ര ഉപയോഗിക്കുന്നവരുണ്ട്. അത് ഒരിക്കലും അത് ഉപയോഗിക്കാൻ പാടില്ല. അതല്ലാതെ വയേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബ്ര ധരിച്ചു കഴിഞ്ഞാൽ നല്ല ബോഡി ഷേപ്പ് കൊണ്ടുവരാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത്, ബ്രാ ധരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പം നമ്മുടെ ബോഡിയിൽ മാർക്കുകൾ, കറുത്ത പാടുകൾ വന്നിട്ടുണ്ടോ? ഇപ്പോഴാണെങ്കിൽ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നമുക്കറിയാം ചൂട് ഭയങ്കരമായ ചൂടാണ്. ബ്രാ നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്ത് കിടക്കുന്ന ആ ഭാഗത്ത്, ഈ പറയുന്ന ഷോൾഡറിലൊക്കെ കറുത്ത മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രായുടെ പ്രശ്നമാണ്. പിന്നെ അത് മാറാൻ വേണ്ടി, ഇത് മാറുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് മാറും. അതിനുവേണ്ടി നമുക്ക് ഈ പലപ്പോഴും മറ്റൊരു കാര്യം, ഇതിനെ ഹൈജീനുമായിട്ടും കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറയുന്നതിന്റെ കാരണം, അതായത് അണ്ടർ ഗാർമെന്റ്സ് ഈ ഒരു ചൂട് സമയത്ത് ഞാൻ പറയുന്നത് 2 തവണ ചേഞ്ച് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ഇഴുകി ചേർന്ന് കിടക്കുന്ന സാധനമാണ് ഈ അണ്ടർ ഗാർമെന്റ്സ് എന്ന് പറയുന്നത്. അത് ഹൈജീനിക് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഒരു ദിവസം 2 തവണ അത് ചേഞ്ച് ചെയ്തിരിക്കണം. വിയർത്ത് കഴിഞ്ഞാൽ, പിന്നെ ഹൈജീനിനകത്ത് തന്നെ പറയുന്നുണ്ട്, വിയർത്ത് കഴിഞ്ഞാൽ അണ്ടർ ഗാർമെന്റ്സ് മാറ്റണം. ഒരിക്കലും ആ വിയർപ്പോട് കൂടിയുള്ള അണ്ടർ ഗാർമെന്റ്സ് ഇട്ടുകൊണ്ട് നടക്കരുത്. പിന്നെ ഈ ചൂട് കാലമാകുമ്പോഴേക്കും അതായത് നമ്മൾ ഈ ബ്രാ ധരിക്കുമ്പം ഇത് ദേഹത്ത് എവിടാണോ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നത് അവിടെ ഭയങ്കരമായി ഇച്ചിങ് വരാനും ചെറിയ കുരുക്കൾ വരാനും ചാൻസ് ഉണ്ട്. ഇന്റിമേറ്റ് വാഷ് വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്റിമേറ്റ് വാഷ് ഉപയോഗിക്കുമ്പം സോപ്പ് അതിൻ്റെ മുമ്പോ അതിന് ശേഷമോ ഉപയോഗിക്കരുത്. എന്താന്ന് വെച്ചാൽ ആ pH കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കാർസും ആ ചൊറിച്ചിലും ഒക്കെ മാറിക്കിട്ടും. ഇനി എങ്ങനെ അറിയാം ധരിക്കുന്ന ബ്രാ കറക്റ്റ് ആണോ എന്ന്? നമുക്ക് കറക്റ്റ് സൈസ് ബ്രാ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ കറക്റ്റ് ഫിറ്റിങ്ങോട് കൂടി നിൽക്കും. അതേ സമയത്ത് ടൈറ്റ് ആയിട്ടുള്ള ബ്രാ ആണെങ്കിൽ പല സ്ഥലത്തു നിന്നും ബൾജ് ചെയ്ത്, കപ്പ് സൈസ് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ ബൾജിങ്സ് ഫീൽ ചെയ്യും. ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അത് മാത്രമല്ല പല സ്ഥലത്തു നിന്ന് സ്പില്ലേജ് സംഭവിക്കും. ലൂസ് ആണെങ്കിലോ ബ്രാ കറക്റ്റായിട്ട് ശരീരത്തോട് ഒട്ടിക്കിടക്കില്ല, അത് ലൂസായിട്ട് കിടക്കും. അതും നമുക്ക് അൺകംഫർട്ട് തന്നെയാണ്. ഇനി റോങ് ആയിട്ടുള്ള ബ്രാ, തെറ്റായിട്ടുള്ള ബ്രാ ധരിച്ചു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവാം. അത് പലപ്പോഴും ഇട്ട് ശീലമായി കഴിയുമ്പം ഈ വേദന നമ്മളൊരു എന്താ പറയുന്നത്, ഇത് സ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ അതിനെ അങ്ങ് സ്വീകരിക്കും. ശരിക്കും അത് പെയിൻ വരുന്ന സമയത്ത് 1-2 ദിവസമൊക്കെ നമ്മൾ ആ പെയിനെ നമ്മൾ ഫീൽ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന് യൂസ്ഡ് ആകുമെന്ന്. അതുപോലെ തന്നെ ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, കുറേ സമയം ഇരുന്ന് കഴിയുമ്പം ബാക്കിൽ പെയിൻ വരിക, റിബ് കേജ്, അതായത് നമ്മുടെ ഫ്രണ്ടിൽ റിബ്സ് ഉണ്ട്, വാരിയലുണ്ട്, അതിൻ്റെ തൊട്ട് താഴത്തെ ഭാഗത്തായിട്ട് നമുക്ക് വേദനയും കിഴപ്പും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ബ്രായുടെ പ്രശ്നം ആകാം. അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ള കീസോള്, നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഏത് തരത്തിലുള്ള ബ്രാ ആയിരിക്കണം നമ്മൾ ധരിക്കുക എന്നുള്ളതിനെ കുറിച്ച്, അതായത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം മുതൽ പീരിയഡ്സ് അവസാനിച്ച് മെനോപോസ് കഴിഞ്ഞാൽ പോലും ഉപയോഗിക്കേണ്ട ടൈപ്പ് ബ്രാകള് കീസോളിനകത്ത് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡ് പലരും ബ്രാ മാറ്റി ഉപയോഗിക്കാൻ മടിക്കും. RCMൽ വന്ന സമയത്ത് ഈ ഒരു സാധനം, അതായത് ലോഞ്ചറെ മാത്രം RCMൽ നിന്ന്, അതായത് കീസോളിൽ നിന്നുള്ളത് ഉപയോഗിക്കാൻ പറ്റില്ല, ചിലത് ഉപയോഗിച്ചങ്ങ് ശീലിച്ചു പോയി എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ.
പക്ഷെ ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ ഡ്രസ്സും നമ്മുടെ കോസ്റ്റ്യൂം നമ്മുടെ ശരീരത്തിന്റെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാകളുണ്ട്. അതുപോലെ തന്നെ പാൻറ്റീസും നമുക്ക് ഇന്ന് കീസോളിലുണ്ട്. ഇനിയും കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ബ്ര, ഇത് നമ്മൾ കുറെ പിക്ചേഴ്സ് ഇപ്പോഴും കണ്ടു. അതിനകത്ത് കറക്റ്റ് ഫിറ്റിംഗ്, ഒരിക്കലും ബാക്കിൽ ഇതുപോലെ അല്ല നിൽക്കേണ്ടത്, ഇതേപോലെ നിൽക്കണം. ഷോൾഡർ ബ്ലേഡിന്റെ താഴെ ആയിരിക്കണം ഇത് നിൽക്കുക. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഫിറ്റിംഗ് ബ്രാസ്, കറക്റ്റ് ഫിറ്റിംഗ്സ് ഇതാണ്. ഇനി നമുക്ക് ബ്രാകള് ഇപ്പോ ഉള്ളത് ഓരോ കപ്പ് സൈസ്, ഇപ്പൊ ഇതിനകത്തുള്ള കോംപ്ലിക്കേഷൻ ആയിട്ട് ഇത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞു തരാതെ വളരെ സിമ്പിൾ ആയിട്ട് ഞാനിത് പറഞ്ഞു തരാം. ജസ്റ്റ് ഈ മെഷർമെന്റ് മാത്രം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ പറയുന്ന രീതിയിൽ അത് നോക്കിയാൽ മതി. അതായത് ഏത് സൈസ് ധരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് ഈ ബാൻഡ് സൈസാണ്. ബാൻഡ് എന്നോ അല്ലെങ്കിൽ അണ്ടർ ബേസ്റ്റ് സൈസ് എന്ന് വേണമെങ്കിലും പറയാം. ഇതിനെ ബാൻഡ് എന്നാ പറയുന്നത്. ഇവിടെ വെച്ചെടുക്കുന്ന മെഷർമെന്റ് ഒരു ടേപ്പ് എടുത്തിട്ട് സെന്റിമീറ്റേഴ്സിൽ എടുക്കുക. ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ടേപ്പ് കുറച്ച് ടൈറ്റ് പിടിക്കുക. ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അങ്ങ് ഭയങ്കര ടൈറ്റ് അല്ല, ഒരു ജസ്റ്റ് സാധാരണ ബ്ലൗസ് ഒക്കെ ഇടുമ്പം വരുന്ന ആ ടൈറ്റ്, ആ രീതിയിൽ ഇവിടെ പിടിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 30 സപ്പോസ് ഈ പറയുന്ന ബാൻഡ് സൈസ് വരുന്നതെന്ന് വിചാരിക്കുക. ബാൻഡ് സൈസിനെക്കാട്ടി കൂടുതലായിരിക്കും ബേസ്റ്റ് സൈസ് വരുന്നത്. അപ്പൊ ബേസ്റ്റ് സൈസ്, ഈ മുകളിൽ എടുക്കുന്ന മെഷർമെന്റിനെയാണ് ബേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബാൻഡ് സൈസും ഇത് ബേസ്റ്റ് സൈസും. അപ്പം ബാൻഡ് സൈസ് നമുക്ക് 30 വന്നു, ബേസ്റ്റ് സൈസ് നമുക്ക് 32 വന്നു എന്ന് വിചാരിക്കുക. അപ്പോ ബാൻഡ് സൈസ് ഏതാണോ അതാണ് നമ്മുടെ ബ്രായുടെ സൈസ്. അപ്പം 30. ഇനി ബാൻഡ് സൈസും ബേസ്റ്റ് സൈസും കൂടെ കുറയ്ക്കുക. അതായത് ഏതാണോ കൂടുതൽ, 34-ന്ന് 32 ഞാൻ പറഞ്ഞു, 32-ന്ന് 30 കുറയ്ക്കുക, 2 വരുന്നത്. അതായത് ഡിഫറൻസ് 2 വരുന്നതെങ്കിൽ ബി കപ്പ്, 3 വരുന്നതെങ്കിൽ സി കപ്പ്, 4 വരുന്നതെങ്കിൽ ഡി കപ്പ്. ഇതാണ് നമുക്ക് ഓർത്തിരിക്കേണ്ട മെഷർമെന്റ്. വേറെ ഒരു കോംപ്ലിക്കേഷനും ഇതിനകത്ത് കൊണ്ടുവരണ്ട. അപ്പോ വീണ്ടും ഒന്നും കൂടെ പറയാണ്, ഇപ്പൊ ഇത് ബാൻഡ് സൈസ് ആണ്. ബാൻഡ് സൈസ് ഇനി സപ്പോസ് നമ്മൾ ചെയ്തു, എടുത്തു, മെഷർമെന്റ് വന്നു. അപ്പൊ ബാൻഡ് സൈസ് വരുന്നത്, ഒരു അടുത്ത നമ്പർ എടുക്കാം. ബാൻഡ് സൈസ് വരുന്നത് 32 വിചാരിക്കുക. ഇനി 32 ബാൻഡ് സൈസ് വന്നു. അപ്പൊ നമ്മൾ എടുക്കേണ്ട ബ്ര 32. ബേസ്റ്റ് സൈസ് വന്നത് 36. അപ്പം 36, അപ്പൊ ഒന്ന് മൈനസ് ചെയ്തിട്ട് ഏത് സൈസ് ആയിരിക്കും, കപ്പ് സൈസ് ആയിരിക്കും വരുന്നതെന്ന് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? യെസ്, ചാറ്റ് ബോക്സിലോട്ട് പോരട്ടെ ആൻസേഴ്സ്. ഓക്കെ, യെസ്, ഡി കപ്പ് വരും. യെസ്, കറക്റ്റ്. അപ്പോ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. അപ്പൊ സിമ്പിൾ ആയിട്ട് ആ ഒരു രീതിയിൽ എടുത്താൽ മതി. ഇനി ചില ആൾക്കാര് മറ്റൊരൊക്കെയാണ് സൈസ് വരുന്നത് എങ്കിൽ എന്ത് ചെയ്യുന്ന, നമുക്കറിയാം ബ്രായുടെ ബാക്ക് സൈഡില് ഹുക്ക് 3 ഉണ്ട്. ഫസ്റ്റ് ഒന്നുണ്ട്, അതിന്റെ ഇപ്പുറമുണ്ട്, അതിന്റെ ഇപ്പുറമുണ്ട്. അപ്പൊ ടൈറ്റ് നമുക്ക് ബാൻഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ബാൻഡ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 3 ലെവലിലുള്ള ഹുക്സ് അതിലുള്ളത്. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കപ്പ് സൈസും നമ്മളൊരു സ്റ്റേബിൾ ആയിട്ട് ഇപ്പോ നമുക്ക് കിട്ടുന്ന ഒരു സൈസ് 32, നമുക്ക് എല്ലാവർക്കും അറിയാം 28, 30, 32, 34, 36 എന്നാണ്. 35 വരുന്ന ആള് 34 എടുത്താൽ മതിയാകും. പക്ഷെ ലാസ്റ്റ് ഹുക്കിൽ ഇട്ടാൽ മതി. ലാസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ ആ 3 ലെവലിലുള്ള ലാസ്റ്റിൽ ഇട്ടാൽ മതി. കപ്പ് സൈസിന് ഒരു ചെറിയ, ഇപ്പം മെഷർമെന്റ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് അതാണ് എന്ന അല്ല, നിങ്ങൾക്ക് ബ്രാ കയ്യിൽ കിട്ടുമ്പം അത് കറക്റ്റ് അഡ്ജസ്റ്റ്മെന്റിലല്ല.
അത് ധരിച്ചതിന് ശേഷം സ്ട്രാപ്പ് ഉണ്ട്, സ്ട്രാപ്പയിലെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബെൽറ്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ സൈസ് ഇല്ലാത്തത് കൊണ്ട് പറ്റില്ല. ചില ബ്രായുടെ സൈസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, മാം ഇതിന് സി ഉണ്ട്, അല്ല ബി ഉണ്ട്, ഡി ഉണ്ട്, സി ഇല്ല. അപ്പൊ അത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബി എടുത്തിട്ട് സ്ട്രാപ്പേൽ അഡ്ജസ്റ്റ്മെന്റും ഹുക്കേലുള്ള അഡ്ജസ്റ്റ്മെന്റും കൊണ്ട് അത് കറക്റ്റ് നമ്മുടെ സൈസ്, നമ്മുടെ ഷേപ്പിലേക്ക്, നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബ്രാ സെലക്ട് ചെയ്യുമ്പം എന്ത് ശ്രദ്ധിക്കണം? ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം, സ്ട്രെച്ചബിൾ ആയിരിക്കണം. സ്ട്രെച്ചബിൾ എന്ന് വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് അനുസരിച്ച് ഇത് സ്ട്രെച്ച് ചെയ്യണം. പിന്നെ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. അത് മാത്രമല്ല, കോട്ടൺ ഉപയോഗിക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. ഇനി പല തരത്തിലുള്ള സ്റ്റൈൽസ് ഓഫ് ബ്രാ കീസോളിൽ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്നും എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. പാഡഡ് ഉണ്ട്, മൗൾഡഡ് ഉണ്ട്, കട്ട് ആൻഡ് സീ ഉണ്ട്, ബിഗിനേഴ്സ് ഉണ്ട്. ഇതിങ്ങനെ കേട്ട് കഴിയുമ്പം അയ്യോ ഭയങ്കര കോംപ്ലിക്കേഷൻ. ഇതിപ്പോ ഒന്നും ശ്രദ്ധിക്കേണ്ട. അടുത്തത് ഞാൻ പറയുന്നത് ഓരോന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഫസ്റ്റ് ടൈപ്പ് സ്പോർട്സ് ബ്രാ ആണ്. ഇത് എന്താണ് ഇതിന്റെ പ്രത്യേകത, ആർക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഇനി ഞാൻ പറയുന്നത്. അപ്പൊ സ്പോർട്സ് ബ്രായുടെ കോഡ് വേണമെങ്കിൽ എഴുതിയിടാം. K049 ഉണ്ട്, K064 ഉണ്ട്, K057 ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള സ്പോർട്സ് ബ്രാകൾ. ഈ സ്പോർട്സ് ബ്രായ്ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുക? അതായത് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 14 വയസ്സ് മുതലുള്ള കുട്ടികള്, സ്കൂളിൽ പോകുന്ന, ഫിസിക്കലി ആക്റ്റീവായിട്ട് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും സ്പോർട്സ് ബ്രാ തന്നെ കൊടുക്കണം. എന്താന്ന് വെച്ചാൽ വളരുന്ന പ്രായമാണ്. നമുക്കറിയാം പീരിയഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ബോഡിയിൽ പല മാറ്റങ്ങൾ വരുന്നത്. അത് വെച്ച് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. പീരിയഡ്സിന് തൊട്ട് മുമ്പായിട്ട് ബ്രസ്റ്റിൽ നല്ല വേദന ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നാച്ചുറൽ ആണെന്നും ആ സമയത്ത് ഏറ്റവും കംഫർട്ട് തരുന്ന തരത്തിലുള്ള ബ്രാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന ഉടനെ കൊടുക്കാൻ പറ്റുന്ന ബിഗിനേഴ്സ് ബ്രാ ആണ്. പക്ഷെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സ്പോർട്സ് ബ്രാ ആണ് ഏറ്റവും ബെസ്റ്റ്. സ്കൂൾസിലൊക്കെ പലപ്പോഴും അങ്ങനെയുള്ള സാഹചര്യത്തിൽ PT അധ്യാപകരായിക്കോട്ടെ, അല്ലെങ്കിൽ യോഗ, കറാട്ടയൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട് കഴിവതും സ്പോർട്സ് ബ്രാ ധരിക്കണമെന്ന്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ സ്പോർട്സ് ബ്രാ. ഇതിന് എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് നോക്കിയേ. ഈ K049 ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അതായത് അതെങ്ങനെ തിരിച്ച് ഐഡന്റിഫൈ ചെയ്യാമെന്ന് പറയാം. ഈ ഒരു ബ്രായും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു അടയാളമുള്ള ബ്രായാണെങ്കിൽ ഇതിന്റെ ബാക്ക് ഇരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, പ്ലെയിൻ സാധാരണ ഷിമ്മിയുടെ ഒക്കെ കിടക്കുന്നത് പോലെ. അതേ സമയത്ത് ഇതുണ്ടല്ലോ, ഇതിന് ആ ഡിസൈൻ ഇവിടെ ഇല്ല. ഞാനിത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ നേരത്തെ പോലെ, നമുക്ക് എന്തായാലും ബ്രാ ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ തരത്തിലുള്ള ബ്രായ്ക്ക് ബാക്ക് ഇരിക്കുന്നത് ഇങ്ങനെ ഇരിക്കും. ഇതാണ് വ്യത്യാസം. ചില ആൾക്കാർക്ക് ഇതാണ് ഇഷ്ടം. എന്താന്ന് വെച്ചാൽ കുറച്ച് ബാക്ക് തുറന്നു കിടക്കുന്നത്. ഇത് എന്താന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ ബ്ലേഡ് വരുന്നത്, ഈ ഭാഗത്ത്. ഇതിന് നല്ല ഒരു സപ്പോർട്ട് തരുന്ന തരത്തിലുള്ള ഒരു ബ്രായാണ്. ബോഡി മൂവ്മെന്റ്സ് എത്ര വിഗറസ് മൂവ്മെന്റ്സ് ആണെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് നല്ല കംഫർട്ട് ചെയ്ത് ബാക്കിന് ഒരു നല്ല സപ്പോർട്ട് തരുന്ന ടൈപ്പ് ബ്രായാണ് ഇത്. അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇതാണ് ഈ ടൈപ്പിലുള്ള ബ്രാ. ഇത് K064 എന്ന് പറയുന്നതാണ്. ഇതിന് ബാക്കിൽ ഹുക്കുള്ള ടൈപ്പാണ് കേട്ടോ. ഇത് രണ്ടും. ഇത് സ്കൂബ, അതായത് K064 അങ്ങനത്തെ ബ്രാ. ഇത് ബാക്കിൽ സപ്പോർട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. മറ്റേത് ഹുക്ക് ഇല്ലാത്ത ടൈപ്പാണ് ആദ്യം കാണിച്ചത്. അതായത് ഇത് ഹുക്ക് ഇല്ലാത്ത ടൈപ്പാണ്, ജസ്റ്റ് നമ്മൾ തലയിൽ കൂടെ വലിച്ചിടാൻ പറ്റുന്നതും. ഇതും അതുപോലാണ്. ഈ K057 ഹുക്ക് ഇല്ല. ഇത് സാധാരണ, അതായത് മെനോപോസൊക്കെ ആയി കഴിയുമ്പം ബോഡിയുടെ പല ഭാഗത്ത് വേദന വരും,
ഷോൾഡർ, ഫ്രോസൺ ഷോൾഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈസ്ട്രജന്റെ അളവ് കുറയുമ്പോൾ ബോഡിയിൽ പല ബുദ്ധിമുട്ടുകൾ വരും. അതിലൊന്ന് ഫ്രോസൺ ഷോൾഡറാ. നമ്മൾ പറയും മൂളിയിരിക്കുന്ന കൈ ഒത്തിരി നേരം ഉയർത്തിപ്പിടിക്കത്തില്ല, കുറച്ച് കഴിയുമ്പോൾ കൈ കിഴയ്ക്കും, ഷോൾഡറിന് നല്ല വേദനയാണ്, മൂളിയിരിക്കുന്ന സാധനങ്ങൾ എത്തിക്കുത്തി എടുക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ര നല്ല കംഫർട്ടബിൾ ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം, K057. അപ്പൊ ഇതെല്ലാം സ്പോർട്സ് ബ്രയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് അത്ലറ്റിക് ബ്ര. ഇതിനകത്ത് പാഡ് ഉണ്ട്. ഈ സ്കൂബ ബ്രായ്ക്കകത്ത് പാഡ് ഉണ്ട്, പക്ഷെ ആ പാഡ് ഈസിലി റിമൂവബിൾ ആണ്. പാഡ് വെക്കണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ആ സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങ് എടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം. ഇത് പ്രീമിയം ക്വാളിറ്റി ലൈക്ര ഫാബ്രിക് ആണ്. ലൈക്ര ഫാബ്രിക് എന്ന് പറയുമ്പോൾ 4-way സ്ട്രെച്ചിങ്, 4 വശത്തോട്ടും അത് വലിയും. പിന്നെ നല്ല ഫുൾ കവറേജ് ഉള്ളതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലൈക്ര കോമ്പിനേഷൻ, അത് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട്, നല്ല ഒരു കംഫർട്ട് ഫീലിംഗ്, ഫുൾ ഷോൾഡർ സപ്പോർട്ട് തരുന്ന ടൈപ്പാണ് അത്. അതായത് പല ഡ്രസ്സുകളുടെയും കൂടെ നമുക്ക് ഇത് ധരിക്കാം. അതായത് ടീഷർട്ട് പോലുള്ള സാധനങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ ഇത് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടായിട്ട് തോന്നുന്ന ടൈപ്പ് ബ്രായുമാണ്. ഇനി അടുത്തതാണ് മോൾഡഡ് ബ്ര. മോൾഡഡ് ബ്ര എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബ്രായ്ക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പയില് സ്റ്റിച്ച് ഇല്ല. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. മോൾഡഡ് ബ്ര നോക്കുമ്പോൾ കപ്പ സ്റ്റിച്ച് ഉള്ളത് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ഡിഫറൻസ് മനസ്സിലാകും. കപ്പയിൽ സ്റ്റിച്ച് ഇല്ലാത്ത ബ്രായാണ് മോൾഡഡ് ബ്ര. ഇനി ഈ മോൾഡഡ് ബ്രായിൽ ഏതൊക്കെയുണ്ട്? K012, K038, K048 കുറിച്ച് പറയുകയാണെങ്കിൽ തീർത്ത് ബേസ്റ്റ് സൈസ് കുറവായിട്ടുള്ളവർക്ക് ആണ് അത് സ്യൂട്ടബിൾ. കുറച്ച് ബേസ്റ്റ് സൈസ് ഉള്ളവര് അവർക്ക് അത്ര കംഫർട്ട് അല്ല K048. അപ്പൊ അതനുസരിച്ച് നമുക്കത് വാങ്ങി വെച്ചാൽ മതി. എന്താന്ന് വെച്ചാൽ പലരുടെയും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും, എന്നുവെച്ചാൽ ഇതെല്ലാം വാങ്ങി നോക്കിയിട്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. K048 കേരളത്തിൽ വലിയ മൂവ്മെന്റ് ഇല്ലാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടല്ലോ. പിന്നെ നമുക്ക് കാണാൻ, അതായത് ധരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാ എന്താ പറയുക നീഡ്സും ഫുൾഫിൽ ചെയ്യണം. അപ്പൊ ബേസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് ഈ K048 അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. അതിന് പകരം K012, K038 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പം മോൾഡഡ് ബ്ര എല്ലാ ക്ലോത്തിങ്ങിനും, സാധാരണ വീട്ടിലിട്ടുകൊണ്ട് നടക്കുന്ന ഡ്രസ്സുകൾക്കും ഒക്കെ പറ്റും. ഒരു സ്മൂത്ത് നാച്ചുറൽ ലുക്ക് തരുന്നതാണ്, കംഫർട്ടാണ്, പാഡ് ഇല്ല, വയേഴ്സ് ഇല്ല. അതുപോലെ തന്നെ മോൾഡഡ് ബ്രായ് ബ്രസ്റ്റ് സാഗിങ്, തൂങ്ങി നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് നമ്മളെ ഏജ് വൈസ് മുന്നോട്ട് വരുമ്പോഴത്തേക്കും കുറെ മാറ്റങ്ങൾ ബോഡിയിൽ വരും. അതൊക്കെ പ്രിവെന്റ് ചെയ്യുന്ന ടൈപ്പുമാണ് ഈ ഒരു ബ്ര. ഇനി അടുത്തതാണ് പാഡഡ് ബ്ര. അപ്പൊ പാഡഡ് ബ്ര ചില ആൾക്കാർക്ക് എന്ന് പറയാൻ കാര്യമില്ല, ഞാനും നേരത്തെ ധരിച്ചത് മനസ്സിൽ കരുതിക്കൊണ്ടിരുന്നത് പാഡഡ് ബ്ര ബേസ്റ്റ് സൈസ് ഇല്ലാത്തവര് ആണ് പാഡഡ് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല ശരിക്കും. അത് എനിക്കൊരു സെഷനിൽ നിന്നും തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. പാഡഡ് ബ്ര ഉപയോഗിക്കേണ്ടത് നമ്മൾ 2 വീലേഴ്സ് റൈഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് പാഡഡ് ബ്ര ആണ്. നമുക്കറിയാം 2 വീലർ റൈഡ് ചെയ്യുമ്പോൾ റോഡ് എത്ര സ്മൂത്ത് ആണോ അത്രയും കുഴപ്പമില്ല, പക്ഷെ അല്ലെങ്കിലോ നമ്മുടെ ബോഡി ഫുൾ ഷേക്ക് ആവും. ബ്രസ്റ്റ് ടിഷ്യൂസ് വളരെ സോഫ്റ്റ് ആണ്. ആ ബ്രസ്റ്റ് ടിഷ്യൂസിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ബ്രാകളാണ് പാഡഡ് ബ്ര. അപ്പൊ K020, K037, K055 ഇത് നന്നായിട്ട് പാഡഡ് ആയിട്ടുള്ള ബ്രായാണ്. ബ്രസ്റ്റ് സാഗിങ് പ്രിവെന്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇനി ഇത് പാഡ് അല്പം കൂടിപ്പോയി എന്ന് ആർക്കെങ്കിലും ഒരു തോന്നൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് K056. ഇത് ലൈറ്റ്ലി പാഡഡ് ബ്ര എന്നാണ് അതിന്റെ പേര് തന്നെ. അത് നല്ല കംഫർട്ടാണ്. അതായത് പാഡഡ് ബ്രായുടെ എല്ലാ പ്ലസ് പോയിന്റ്സും ഉണ്ട്, എന്നാൽ പാഡ് വളരെ ലൈറ്റുമാണ്. ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നിപ്പിൾ പ്രൊജക്ഷൻ, പാഡഡ് ബ്രായ്ക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നിപ്പിൾ പ്രൊജക്ഷൻ ഒഴിവാക്കും. അതുപോലെ തന്നെ നല്ല ഒരു ഫുൾ കവറേജ് തരത്തിൽ K056 ആ കാര്യത്തിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ബ്രായാണ്. ഫുൾ കവറേജ് ഉണ്ട്,
ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവില്ല, പിന്നെ ഒത്തിരി ഭയങ്കരമായിട്ട് കട്ടിയുള്ള പാഡാണെന്നുള്ള ഒരു വിഷമവും ബുദ്ധിമുട്ടും വേണ്ട, അതുമില്ല. അപ്പോൾ ഈ ടീഷർട്സ്, ഈ ടോപ്പും ജീൻസും ഒക്കെ ധരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് K056. അവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഈ ഒരു ബ്രായ. അപ്പം K056ന്റെ അവിടെ ലൈറ്റ്ലി പാഡഡ് എന്നൊന്ന് എഴുതി വെച്ചേക്കുകയാണെങ്കിൽ നിങ്ങൾ പാഡഡും ലൈറ്റ്ലി പാഡഡും ഷോപ്പിൽ പോകുമ്പോൾ രണ്ടും എടുത്ത് കയ്യിലെടുത്ത് നോക്കുക എന്താണെന്ന്. അപ്പൊ ഞാനീ പറയുന്ന കാര്യമല്ലേ ഉള്ളൂ, നിങ്ങൾ കണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാലേ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് ആ സൈസ് അവിടെ ഇല്ലെങ്കിൽ അവിടെ ഓർഡർ കൊടുത്തിട്ട് വരാം, നിങ്ങൾക്ക് ആ സാധനം എടുത്ത് അധികം താമസിക്കാതെ കിട്ടുകയും ചെയ്യും. ഈ ഒരു പാഡഡ് ബ്രായ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലൊരു സ്മൂത്ത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും. കോട്ടൺ ആണ്, കംഫർട്ട് ആണ്, ഗുഡ് കവറേജ് ആണ്. കവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഈ ഭാഗത്തു നിന്നും ബൾജിങ്സ് ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് നല്ല രീതിയിൽ നിൽക്കും. അത് മാത്രമല്ല സാഗിങ്, ബ്രസ്റ്റ് സാഗിങ്, തൂങ്ങി വരുന്ന ആ ഒരു പ്രവണത ഉണ്ടാവില്ല. നല്ലൊരു കംഫർട്ടാണ്. പിന്നെ ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സിൽ ഈ ബ്ര അവൈലബിൾ ആണ്. പിന്നെ വളരെ സോഫ്റ്റ് ആണ്. പാഡഡ് ആണെന്ന് പറഞ്ഞാൽ പോലും ആ പാഡിന് ഒട്ടും ഹെവിനെസ് ഇല്ല. കട്ടിയുള്ള ടൈപ്പോ അല്ലെങ്കിൽ ഹെവി ആയിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള പാഡേ അല്ല. അപ്പൊ അത് ആ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഇപ്പം ഇതുവരെ പറഞ്ഞു വന്നതെല്ലാം മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് കട്ട് ആൻഡ് സ്യൂ. കട്ട് ആൻഡ് സ്യൂ എന്ന് പറഞ്ഞാൽ കപ്പേല് സ്റ്റിച്ച് ഉണ്ട്. ഇത് ഈ ബ്രാ കാണുന്നത് മുഴുവനും ബ്രാകളിലും കപ്പേൽ സ്റ്റിച്ച് ഉള്ള ടൈപ്പാണ്. കപ്പിൽ, അതായത് സ്റ്റിച്ച് ഉണ്ടെന്ന് വെച്ചാൽ സാരി ബ്ലൗസിന് ടക്ക് ഇടുമല്ലോ, സ്റ്റിച്ച് ടൈലേഴ്സിനാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് നമുക്കറിയാം, കപ്പിന് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കപ്പേൽ സ്റ്റിച്ചിങ് ഉണ്ട്. അതുപോലുള്ള ബ്രായാണ് ഈ കട്ട് ആൻഡ് സ്യൂ ബ്രാ എന്ന് പറയുന്നത്. ഇനി കട്ട് ആൻഡ് സ്യൂ ബ്രായിൽ ഇതെല്ലാ വെറൈറ്റീസും കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് വരെ കീസോളിന്റെ ബ്രാ ഉപയോഗിക്കാത്തവർ ഞാൻ സെഷനിൽ പലപ്പോഴും പറയാറുണ്ട്, ഒരു ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. എല്ലാവരുടെയും പേടി എന്താണ്, വില കൂടിയ ബ്രായൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത്രയും പൈസ വേസ്റ്റ് ആയില്ലേ എന്നൊക്കെ ചിന്തയാണ് ആൾക്കാർക്കുള്ളത്. ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഞാൻ പലപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്. ഞാൻ അവർക്കൊരു സജഷൻ കൊടുക്കാറുള്ള ഒരു കാര്യം, K045 ഇതിനകത്ത് കാണാം. K045 നമ്മുടെ എക്കണോമി ബ്രായാണ്. അതായത് വളരെ റീസണബിൾ ആയിട്ട് ഒന്ന് വാങ്ങിച്ചാൽ ഇനി അത് എന്തെങ്കിലും അതിന്റെ കറക്റ്റ് സൈസ് ആയില്ലെന്ന് വെച്ചാലും അത് പോയാലും നമുക്ക് ഒരു നഷ്ടവും ഇല്ല. പക്ഷെ ഇതൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഷേപ്പ്, നമ്മുടെ ബോഡിയുടെ സൈസും കപ്പ് സൈസും ബാൻഡ് സൈസും എല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് ഒന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ഇത് എവറിഡേ ബ്രാ എന്നും പണ്ട് ഇതിനെ പറയാറുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് K039, K036. ഇതൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി യൂസിന് പറ്റിയ വളരെ എക്കണോമിക്കലായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിനകത്തും ആകെ കൂടെ ഉള്ളത് K046. 46 ഇച്ചിരി ബേസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് ഇത് അങ്ങോട്ട് കംഫർട്ട് ആവില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മേടിച്ചാൽ മതി. ബാക്കി ഇത്രയും എണ്ണം ഉണ്ടല്ലോ. അപ്പം തീർത്തും മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല. ബേസ്റ്റ് സൈസും അതേ ഇല്ലാത്തവർക്കാണെങ്കിൽ K046 കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തവര് കഴിയുന്നതും ഇത്ര എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പൊ കട്ട് ആൻഡ് സ്യൂവിന് കപ്പേല് സ്റ്റിച്ച് ഉണ്ട്, അതാണ് ഐഡന്റിഫിക്കേഷൻ. ഇനി ഇത് ഫസ്റ്റ് പോയിന്റ് തന്നെ കണ്ടോ, സൂയിങ് ഓൺ ദ കപ്പ്, സ്റ്റിച്ച് ഉണ്ട്. ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാം കപ്പേല് സ്റ്റിച്ച് ഉള്ളതായിട്ട്. ഇത് സാരി ബ്ലൗസിന് പെർഫെക്റ്റ് ആണ്. കോട്ടൺ ഫാബ്രിക്കിലും ഇത് അവൈലബിൾ ആണ്. ലൈക്ര ഫാബ്രിക് കൂടാതെ കോട്ടണിലും ഉണ്ട്. ഫുൾ കപ്പ് സപ്പോർട്ട് ഉള്ളതാണ്. എവറി ഡേ യൂസിന് പറ്റും. വയർ ഫ്രീ ആണ്. വയർസ് ഒന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ബ്രാ പാൻറ്റി സെറ്റ് ഉണ്ട്. ഇതിൽ ആരും കൈവയ്ക്കാറില്ല. എന്താന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഡൗട്ട് എന്താന്ന് ചോദിച്ചാൽ, ബ്രാ എടുക്കുന്നതിന്റെ കറക്റ്റ് സൈസ് ആയിരിക്കുമോ പാൻറ്റീസ്? ഇനി പാൻറ്റീസിന്റെ സൈസ് നോക്കി എടുക്കുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കുമോ ബ്രായ? ഇത് എനിക്കും ഉണ്ടായിരുന്നു പണ്ട് ഡൗട്ട്. ഒരെണ്ണം വാങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കറക്റ്റ് ആണെന്ന്. നിങ്ങൾ ഏതിന്റെ സൈസ് വേണമെങ്കിലും നോക്കിക്കൊള്ളുക. ബ്രായുടെ സൈസ് നോക്കി എടുത്താലും പാൻറ്റീസ് കറക്റ്റ് സൈസ് ആയിരിക്കും, പാൻറ്റീസ് നോക്കി എടുത്താലും ബ്രാ കറക്റ്റ് സൈസ് ആയിരിക്കും. എന്താണെന്നറിയോ, ഇതിന്റെ ഫാബ്രിക് 4 വേ സ്ട്രെച്ചിങ് ഉള്ളതാണ്.
4 വശത്തേക്കും വലിയും. അപ്പൊ ചിലപ്പം ഒരു 80, 90, 95 എല്ലാം എടുത്ത് വെച്ചാൽ എല്ലാം പാൻറ്റീസും ഒരുപോലെ സൈസിലിരിക്കും. നമ്മൾ വിചാരിക്കും ഇത് ഇടാൻ പറ്റില്ല എന്ന്. പക്ഷേ ഇട്ട് കഴിയുമ്പം അത് 4 വേ സ്ട്രെച്ചിങ് ഉള്ളത് കൊണ്ട് ബോഡിയുടെ ഷേപ്പ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അന്നേരപ്പം വലിഞ്ഞു കഴിഞ്ഞാലും അലക്കി കഴിയുമ്പോൾ അത് തിരിച്ച് നോർമൽ ഷേപ്പിലേക്ക് വരികയും ചെയ്യും. ഇത് ഒരു തവണ ഒന്ന് വാങ്ങി നോക്കണം. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് അണ്ടർ ഗാർമെന്റ്സ് ഇട്ടാൽ നമുക്ക് എന്തോ ഇട്ട് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യാതെ വളരെ ലൈറ്റും കംഫർട്ടബിളും ആയിട്ടുള്ള ഫീലിംഗ് ആണെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്നത് പെർഫെക്റ്റ് ആണ്. ഇനി ലേസ് ടൈപ്പ് ഒക്കെ വേണമെങ്കിൽ K059 എടുക്കാം. ചില ഡ്രസ്സിന്റെ കൂടെ ചില, അതായത് കുട്ടികൾക്ക് അത് കുറച്ച് പ്രിഫർ ചെയ്യുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഒന്ന് പ്രിന്റഡ് ആണ്, ഒന്ന് പ്ലെയിൻ ആണ്. ഇത്രയും വെറൈറ്റീസിലാണ് ഇത് അവൈലബിൾ. ഇത് ഫുൾ കവറേജ് ബ്രാസ്. ഇത് മാച്ചിങ് ആണ് കേട്ടോ. അത് നമുക്ക് ഇത് കണ്ടപ്പോൾ അറിയാമല്ലോ. മാച്ചിങ് ബ്രാ പാൻറ്റീസ് രണ്ടും സെയിം മാച്ചിങ്. ഇതിനൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, നല്ല കവറേജ് ഉള്ളതാണ്. ഇതിനെയാണ് ഫുൾ കവറേജ് എന്ന് പറയുന്നത്. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന പല ബ്രായും കിടക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കട്ടിങ്. പക്ഷെ ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. നല്ല ഒരു രീതിയിൽ ഇതിന്റെ സ്ട്രാപ്സ് ആണെങ്കിലും നെക്ക് ലൈൻ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് 4 വേ ലൈക്ര ഫാബ്രിക് എന്ന് കിടക്കുന്നത് കണ്ടോ. ഇതാണ് 4 വേ സ്ട്രെച്ചിങ് ഉള്ള ഫാബ്രിക് ആണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. സ്ട്രെച്ചബിൾ ആണ്. നമ്മുടെ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മറിയെ എടുക്കുക, നമ്മൾ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ഇത് സ്ട്രെച്ച് ചെയ്യും. അതുകൊണ്ട് അത് വലിഞ്ഞു പോകുമെന്നുമില്ല. അത് കറക്റ്റായിട്ട് തിരിച്ച് അതിന്റെ നോർമൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. പിന്നെ ഇടുമ്പോൾ ബോഡിയുടെ ഷേപ്പിലേക്ക് പിന്നെയും അത് വന്ന് നിന്നോളും. ഫാൻസി ബ്രാ സെറ്റ് ആണ് ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ലേസ് ടൈപ്പ്. അത് സ്പാൻഡെക്സ് ഫാബ്രിക് കൊണ്ട്, നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ്, ചൂടൊന്നും എടുക്കില്ല. വളരെ ലേസ് ഉണ്ട്. ബാക്ക് സൈഡിലും ആ ഒരു അട്രാക്റ്റീവ് ലുക്കിന് വേണ്ടിയിട്ടുള്ള ടൈപ്പാണ്. പാൻറ്റീസിന്റെ ആണെങ്കിലും ആ സൈഡ് ഭാഗത്ത് അത് ലേസ് ഉപയോഗിച്ച ടൈപ്പാണ് ഈ ബ്രായ. ഇനി ഈ പറഞ്ഞ ബ്രാകളിൽ നിന്നും ഫുൾ കവറേജ് ബ്രാകളെ മാത്രമാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്നത്. ഫുൾ കവറേജ് ബ്രാ നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റീസ് ആണ് ഈ 4 നന്നായിട്ട് പോകുന്ന വെറൈറ്റീസ് ആണ്. ഇത് ഒരു തവണ വാങ്ങി ഉപയോഗിച്ചവർ വീണ്ടും 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 വാങ്ങി ഇത് തന്നെ ചോദിച്ച് വരും. ഇടയ്ക്കൊന്ന് ഏതോ ഇതിൽ എനിക്ക് തോന്നുന്നു K017 ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടും അത് ഡിമാൻഡ് കാരണം കേരളത്തിലേക്ക് ഇത് വേണമെന്ന് പറഞ്ഞ് ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിരുന്നു. അപ്പം ഫുൾ കവറേജ് ബ്രാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ സൈഡ് കണ്ട ഇവിടെ നോക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് കിടക്കുന്ന ബ്രാകളാണ് ഫുൾ കവറേജ് ബ്രാ. എവിടെ നിന്നും ബൾജിങ്ങോ സാഗിങ്ങോ ഒന്നുമില്ല. ഇതില് ഈ 3 എണ്ണവും ഇതിന്റെ ക്ലോത്തിന് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് കംപ്ലീറ്റ് ആയിട്ട് K054 കോട്ടൺ ആണ്, കോട്ടൺ തുണിയാണ്. ചില ആൾക്കാർക്ക് കോട്ടൺ തുണി വേണമെന്ന് നിർബന്ധം പറയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ഇത് കൊടുക്കാം. മറ്റൊരു കാര്യം, ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ നന്നായിട്ട് പോകുന്ന ഒരു ബ്രായാണ് K054. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ റൗണ്ട് സ്റ്റിച്ച് ബ്രാ ആവശ്യപ്പെടുന്ന ആൾക്കാർക്കെല്ലാം K054 കൊടുക്കാം. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ ഏതോ ഒരു സെഷനിൽ ഇത് പറഞ്ഞ സമയത്ത്, ഫിസിക്കൽ സെഷനിൽ പറഞ്ഞപ്പോൾ ഇത് മാഡം ഞങ്ങൾക്കൊരു പുതിയ അറിവാണെന്ന് പറഞ്ഞു. ഇങ്ങനൊരു സാധനം എന്താ പറയുക കീസോളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് അറിഞ്ഞെന്ന് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ കേരളത്തിലെ ആൾക്കാർ പണ്ട് മുതൽ തന്നെ ഏത് ഷോപ്പിൽ ചെന്നാലും എന്ന് വെച്ചാൽ സാരി ബ്ലൗസിന്റെ കൂടെ ഉപയോഗിക്കാൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രായാണ് റൗണ്ട് സ്റ്റിച്ച് ബ്രായ. അപ്പം ഇത് ആൾക്കാർ ചോദിച്ച് നടക്കുന്ന സാധനമാണ്. റൗണ്ട് സ്റ്റിച്ച് ബ്രാ ഉണ്ടോ, റൗണ്ട് സ്റ്റിച്ച് ബ്രാ വേണം, അതാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് K054. ഈ 3 ബ്രായ്ക്ക് ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ട്രാപ്പ് നോർമൽ സ്ട്രാപ്പിനെക്കാട്ടിൽ വീതി കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലത്തെ ട്രെൻഡ് ഓരോന്നാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഇതിന്റെ സ്ട്രാപ്പുകൾ കണ്ടോ, ഇതിന്റെ സ്ട്രാപ്പിന് ഇത്രയും വീതിയേ ഉള്ളൂ. അതേ സമയത്ത് ഇപ്പം ഞാൻ കാണിച്ചതിന്റെ ഈ സ്ട്രാപ്പിന്റെ ഒക്കെ വീതി നോക്കിക്കേ, ഇത് കുറച്ചും കൂടെ കൂടുതലാണ്. അത് എക്സ്ട്രാ സപ്പോർട്ടാണ്. പിന്നെ ബാക്കിൽ ഇതിന് 3 ലെയർ ഹുക്സ് ഉണ്ട്. സാധാരണ രണ്ടായിട്ടേ കാണാറുള്ളൂ ലെയേഴ്സ്. ഇത് 3 ഉണ്ട്. അപ്പൊ ബാക്കിൽ നിന്നും സ്പില്ലേജ് ഉണ്ടാവില്ല, ഫുൾ കവറേജ് ഉണ്ടാവും. അപ്പൊ ഇത്
ഈ K017, K042 അതായത് കുറച്ച് ബേഴ്സ് സൈസ് ഹെവി ആയിട്ടുള്ളവർക്ക് ഇതിനെ മിനിമൈസർ ബ്രാ എന്ന് പറയും. കുറച്ചൊന്ന് ഒതുക്കം വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രായാണ് K042. നല്ല ഒരു ഒതുക്കം ബോഡിക്ക് കൊണ്ടുവരാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ചില ആൾക്കാരൊക്കെ ഈ പുറത്തു നിന്നുള്ള ബ്രായൊക്കെ നമുക്കറിയാം, പണ്ട് കാലത്ത് കേരളത്തിൽ ഇന്ത്യക്ക് പുറത്ത് പോകുന്ന ആൾക്കാർ അവിടുന്ന് കൊണ്ടുവരുന്നത്, സെറ്റായിട്ട് കൊണ്ടുവരുന്നത് ഇന്നർ ഗാർമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഇന്നർ ഗാർമെന്റ്സ് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇന്നർ ഗാർമെന്റ്സ് ഇട്ടിട്ട് ബോഡിയിൽ പല ഭാഗത്തും മാർക്കുകൾ വന്നിട്ട് പല സ്ഥലത്തുനിന്ന് ബോഡി ബൾജ് ചെയ്ത് നിൽക്കുന്ന അമ്മമാര് കുട്ടികളെ കുറിച്ച് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാഡം, ബോഡിയിൽ മാർക്കുണ്ട് നന്നായിട്ട്, ബ്രാ എവിടൊക്കെയാണോ ശരീരത്ത് തൊട്ട് കിടക്കുന്നത് അവിടെ എല്ലാം ഡാർക്ക് മാർക്സ് ഉണ്ട്, അത് മാത്രമല്ല ബൾജസ് ഉണ്ട്. അവർക്ക് കറക്ഷന് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്രായാണ് K042. ഇത് ഇട്ട് കഴിഞ്ഞാൽ ബോഡിക്ക് നല്ല ഒതുക്കവും ഷേപ്പും വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പല ബ്രാകളിലേക്ക് വേണമെങ്കിൽ പോകാം. സാരി ബ്ലൗസിന്റെ കൂടെ, എന്താ പറയുക, അങ്ങനെയുള്ള ഡ്രസ്സസിന്റെ കൂടെ ഏറ്റവും നല്ലത്, അതായത് ടോപ്പ് ഇടുമ്പം കപ്പല് സ്റ്റിച്ചുള്ള ടൈപ്പ് ഡ്രസ്സസ് ഉള്ള ഇടുമ്പോ എല്ലാം ഏറ്റവും ബെസ്റ്റ് K054 ആണ്. അപ്പം ഇത് ആ ഒരു രീതിയിൽ, അതുപോലെ തന്നെ K017 ആ ഒരു തരത്തിലുള്ള ബ്രായാണ്. ഈ 4 ബ്രായും കേരളത്തിൽ നന്നായിട്ട് പോകുന്ന ബ്രാകളാണ്. അപ്പൊ ഇത് നിങ്ങൾ വാങ്ങി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പം നിങ്ങളും സ്വയം അവരവന്റെ സൈസ് അനുസരിച്ച് ഇതൊക്കെ ഒന്ന് വാങ്ങി നോക്കണം. വാങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തന്നെ ശ്രദ്ധിച്ചേ, എസ്പെഷ്യലി ഡിസൈൻഡ് ഫോർ ലാർജ് ബേസ്റ്റ് സൈസ് കൂടുതലുള്ളവർക്ക് ഫുൾ കവറേജ് ഉണ്ട്, ഷോൾഡർ സ്ട്രാപ്പിന് വീതിയുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വീതിയുണ്ട് ഇതിന്. പിന്നെ ബോട്ടം ബാൻഡ് സൈസ്, അത് പറയാൻ ഞാൻ വിട്ടുപോയി. അതായത് ഈ താഴത്തെ ഭാഗത്തെ ബാൻഡ് ഉണ്ടല്ലോ, ഇത് മറ്റ് ബ്രാകളെക്കാട്ടി വീതി കൂടുതലാണ് ഈ താഴത്തെ ബാൻഡിന്. അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് റെഗുലർ യൂസ്, ഇതാണ് നിങ്ങൾ കംഫർട്ടബിൾ, ഡെയിലി ഇത് യൂസ് ചെയ്യുവാണെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനിയും ലേസ് ബ്രായ ഉണ്ട്. ലേസ് ബ്രായ്ക്ക് അത് കുറച്ചും കൂടെ ഫാൻസി ടൈപ്പ്. ഇത് കട്ട് ആൻഡ് സ്യൂട്ട് ടൈപ്പിലാണ്, കപ്പൽ സ്റ്റിച്ച് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ നിന്നും ബാൻഡിന് വീതി കൂടിയിട്ട് ഇവിടെ വരുമ്പോൾ കുറഞ്ഞു വന്നിട്ട് ബാക്കിലോട്ട് വീതി കൂടി വരുന്ന ടൈപ്പാണ്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇതും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇത് ലൈക്ര ഫാബ്രിക് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, കോട്ടൺ അല്ല, ലൈക്ര ഫാബ്രിക്, കട്ട് ആൻഡ് സ്യൂ പാറ്റേൺ ാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ കപ്പില് ഡബിൾ ലെയർ ഇട്ടിട്ടുണ്ട് തുണി. അതായത് കപ്പിന്റെ ഭാഗത്തുള്ള തുണി 2 ലെയർ ആണ്, ഡബിൾ ലെയർ ഉണ്ട്. അപ്പോൾ നിപ്പിൾ പ്രൊജക്ഷൻ ഒഴിവാകും. പിന്നെ ഷോൾഡർ സ്ട്രാപ്പ് നല്ല വീതിയുണ്ട്, അതുകൊണ്ട് ഈ ഷോൾഡർ പെയിനോ നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ഇതാണ് പുഷപ്പ് ബ്ര എന്ന് പറയുന്നതാണ് K052. ഈ K052 എന്ന് പറയുമ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബ്രസ്റ്റിന്റെ സാഗിങ് ഒഴിവാകും, കുറച്ചുകൂടെ പുഷ് ചെയ്ത് മേളിലോട്ട് നിൽക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ബ്രസ്റ്റ് ചില ആളുകളിൽ 2 ബ്രസ്റ്റിന്റെ സൈസ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഡെലിവറി കഴിയുമ്പോഴേക്കും ആകുക, ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും ഒക്കെ ആയിട്ട് വരാം. അത് ഈക്വലൈസ് ചെയ്യാനും ആ ഒരു എന്താ പറയുന്നത് പ്രശ്നം പരിഹരിക്കാനും പുഷപ്പ് ബ്രായ്ക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ വിവാഹങ്ങൾക്ക് ഈ ലാച്ചായും അതുപോലത്തെ ഉള്ള ഡ്രസ്സുകൾ ഇടുന്നവരുണ്ടല്ലോ, അവർക്ക് പുഷപ്പ് ബ്ര ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് എന്താ പറയുക, നോൺ വയേഴ്സ് ഒന്നും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല, കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ബ്രസ്റ്റ്, എസിമെട്രിക്കൽ ബ്രസ്റ്റ്, അതായത് ഒന്ന് വലിപ്പം കൂടുതലും ഒന്ന് ചെറുതുമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ഒരു യൂണിഫോം അപ്പിയറൻസ് പുറമേ കാണാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ പറയുന്ന പുഷപ്പ് ബ്ര. പിന്നെ ക്രോസ് ഇലാസ്റ്റിക് ബ്ര, ഇതൊക്കെ നേരത്തെ വന്നതാണ്. K017 ഒക്കെ നമ്മളിപ്പം കാണിച്ചപ്പോൾ വന്നതാണ്. പിന്നെ അതിന്റെ പ്രത്യേകതകൾ ഒന്ന് എടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ.
ക്രോസ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഈ ഇലാസ്റ്റിക് ഇപ്പുറയോട്ടും ഇത് ഇങ്ങോട്ടും വന്ന് ഈ ബാൻഡിൽ ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്ട്രാ സപ്പോർട്ട് സെയിം അതുപോലാണ് ഇതും കേട്ടോ. ഈ സൈഡിൽ നിന്ന് വരുന്നത് ഇങ്ങോട്ടും വരുന്നുണ്ട്, ഇത് ഇങ്ങോട്ടും. എന്നിട്ട് ഈ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുമ്പം കറക്റ്റ് ആയിട്ട് ആ വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് ക്രോസ് ഇലാസ്റ്റിക് ബ്ര. സ്പില്ലേജ് ഉണ്ടാവില്ല, കംപ്ലീറ്റ് ആയിട്ട് ഫുൾ കവറേജ് കിട്ടും, എവറിഡേ യൂസിന് പറ്റും. പിന്നെ ഈ ബോട്ടം സ്ട്രാപ്പിന് നല്ല ഒരു വീതിയുണ്ട്. അത് മാത്രമല്ല ഈ ആ ഒരു വീതിയുള്ള സ്ട്രാപ്പ് ഷോൾഡറിലും വരുന്നുണ്ട്. ആ എക്സ്ട്രാ ലിഫ്റ്റ് കിട്ടുന്നുണ്ട് നന്നായിട്ട്. ആ ക്രോസ് ഇലാസ്റ്റിക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ വന്ന് ടച്ച് ആകുന്നുള്ളത് കൊണ്ട് ഇത് ഒരു സാഗിങ് പ്രിവെന്റ് ചെയ്യാതെ ലിഫ്റ്റ് ചെയ്ത് ബ്രസ്റ്റിനെ നിർത്തുകയും ചെയ്യും. ഇത് നമുക്ക് വന്ന ഡിസൈൻ ഉണ്ട്. അതായത് എന്താ പറയുക, ഈ ക്ലോത്തിൽ ഒരു ഡിസൈൻ ഉണ്ട്, നമ്മുടെ അക്കോബായുടെ തുണി പോലൊക്കെ. അതിൽ വോവൺ ബ്രായാണ്, അതായത് കോട്ടൺ തന്നെയാണ്. സ്ട്രാപ്പിന് നല്ല വീതിയുണ്ട്, വളരെ കംഫർട്ടബിൾ ആയിട്ട്. ഇത് എനിക്ക് തോന്നുന്നു വൈറ്റും ക്രീമും ആണ് ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. കളേഴ്സ് വന്ന് തുടങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. സാരി ബ്ലൗസിന്റെ കൂടെ ആയിരിക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് കളേഴ്സിന് പകരം ക്രീമും വൈറ്റും കൊണ്ട് തന്നെ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആണ്. ഇതെല്ലാം കോട്ടൺ ടൈപ്പ് വോവൺ കോട്ടൺ ബ്ര. ഇതെല്ലാം നേരത്തെ വന്നതാണ്. അതിന്റെ ഓരോ ക്വാളിറ്റീസ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. K054 ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം സാരിയുടെ കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വരുന്ന ബ്രാകളാണ് ഈ മൂന്നും. 15ഉം K054ഉം K062ഉം. ഇത് നമ്മൾ ഇപ്പം റൗണ്ട് കപ്പ് ഞാൻ പറഞ്ഞല്ലോ, റൗണ്ട് സ്റ്റിച്ച് ബ്രായ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് K054 ആണ് ഈ കാണിച്ചേക്കുന്നത്. അതായത് മാർക്കറ്റിൽ കിട്ടുന്ന റൗണ്ട് സ്റ്റിച്ച് ബ്രാ എന്ന് പറയുമ്പം അതിൽ റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ഉണ്ട്. ഇത് ആ സ്റ്റിച്ചിങ് വരുമ്പോഴേക്കും ബ്രസ്റ്റിനെ ഒന്ന് എന്താ പറയുക, ഒന്ന് പ്രസ് ചെയ്യും. അതിന് പകരം ഇതിൽ റൗണ്ട് സ്റ്റിച്ച് വരാതെ തന്നെ ആ എഫക്റ്റ് കൊണ്ടുവരുന്ന ടൈപ്പിലുള്ള ബ്രായാണ്. വളരെ കംഫർട്ടബിൾ ആണ്, നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് ബ്രസ്റ്റിൽ ഫീൽ ചെയ്യത്തില്ല. ഇതാണ് ബിഗിനേഴ്സ് ബ്ര K022 എന്ന് പറയുന്നത്. ഇത് പീരിയഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 4-5 മാസം വരെയൊക്കെ ഉപയോഗിക്കും. അത് കഴിയുമ്പം ബിഗിനേഴ്സ് ബ്ര മാറ്റി അടുത്ത ബ്രയിലേക്ക് വരണം. പിന്നെ ക്യാമിസോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്യാമിസോൾ മേടിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, ഇതിന്റെ ഷോൾഡറിലെ സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുണ്ട്. ചിലർ ഇത് വാങ്ങിയിട്ട് പറയും, മാഡം ഏതെടുത്ത് നോക്കിയാലും ഇട്ട് കഴിഞ്ഞാൽ തോളെന്ന് ഊരിപ്പോരും. ആ തോളിലൊരു സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മാത്രം ഒന്ന് ഓർത്താൽ മതി. ഓർത്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിടന്നോളും. അപ്പൊ ഇത് അതാണ് അതിന്റെ പ്രത്യേകത. അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ഉണ്ട് ക്യാമിസോളിൽ. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി, ലൈറ്റ് ആയിട്ടുള്ള തുണിയുള്ള കുർത്തിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു, നമ്മൾ ചില ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇതാണ് ഓരോ ബ്ര, ഏത് ബ്ര എന്തിന്റെ കൂടെ ധരിക്കണം. ടീഷർട്ട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ മോൾഡഡ് ബ്ര, പാഡഡ് ബ്ര, പുഷപ്പ് ബ്ര ആണ് ബെസ്റ്റ്. എന്താണ്, നിപ്പിൾ പ്രൊജക്ഷൻ ഉണ്ടാവില്ല, കപ്പയിൽ സ്റ്റിച്ച് ഉള്ളത് ടീഷർട്ടിന്റെ പുറത്തോട് എടുത്തു കാണില്ല. അപ്പൊ അതിനാണ് ആ ഒരു ടൈപ്പ്. സാരീസ് ആണെങ്കിൽ കട്ട് ആൻഡ് സ്യൂ ബ്ര ആണ് ഏറ്റവും ബെറ്റർ. അതിനകത്ത് വോവൺ ബ്ര, കോട്ടൺ ബ്ര, ചിക്കൻകാരി ബ്ര ഇതൊക്കെ അതിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. കപ്പൽ സ്റ്റിച്ച് ഉള്ളതാണ് സാരിക്ക് ഏറ്റവും ബെസ്റ്റ്. ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആണെങ്കിൽ പാഡഡ് ബ്ര ഉപയോഗിക്കാം, പുഷപ്പ് ബ്ര ഉപയോഗിക്കാം. അപ്പം വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ആകുമ്പോൾ ചിലപ്പോൾ ടീഷർട്ടൊക്കെ ഭയങ്കര ലൈറ്റ് തുണിയായിരിക്കുമല്ലോ. പിന്നെ സൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ ചുരിദാറിന്റെ ടോപ്പുകൾ, അത് ഫുൾ കവറേജ്, ക്രോസ് ഇലാസ്റ്റിക്, ചിക്കൻകാരി, മോൾഡഡ് ബ്ര ധരിക്കാം. ബാക്ക്ലെസ് ഔട്ട്ഫിറ്റ് ഉള്ള ഡ്രസ്സുകളാണെങ്കിൽ ഈ സ്ട്രാപ്പ് മാറ്റാവുന്ന കൺവേർട്ടബിൾ ബ്ര ഉണ്ട്. ആ സ്ട്രാപ്പ് എടുത്ത് വേണമെങ്കിൽ മാറ്റി വെച്ചിട്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള സ്ട്രാപ്പ് അതിന്റെ കൂടെ ഉണ്ടാവും. അതിട്ട് കഴിഞ്ഞാൽ അത് ചെറുപ്പക്കാർ, കോളേജ് കുട്ടികളൊക്കെ അങ്ങനെ ഉള്ളത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആക്റ്റീവ് വിയർ ആണ് സ്പോർട്സ് ബ്രായും സ്കൂബ ബ്രായും. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. സ്പെഷ്യൽ ഒക്കേഷൻസിന്, അതായത് വിവാഹങ്ങൾക്ക് അങ്ങനെയുള്ള ടൈപ്പ് ആ സമയത്തൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ ലേസ് ബ്ര, പുഷപ്പ് ബ്ര, പാഡഡ് ബ്ര, ഫാൻസി ബ്ര ഇതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി പാൻറ്റീസിന് എന്താ പ്രത്യേകത?
100% കോട്ടൺ ആണ്, മൊഡാൽ ഫാബ്രിക് ആണ്, എക്കോ ഫ്രണ്ട്ലി ആണ്, ലൈക്ര ഫാബ്രിക് ഉണ്ട്, സ്ട്രെച്ചബിൾ ആണ്. ഇതെല്ലാം നമുക്കറിയാം, നമ്മുടെ ഇരിക്കുക, എഴുന്നേക്കുക, കുനിയുക, നൂരുക, ഇതെല്ലാം അതനുസരിച്ച് നമ്മുടെ ബോഡിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന പാൻറ്റീസ്. പാൻറ്റീസ് കോട്ടൺ ആയിരിക്കണം. നല്ല കോട്ടൺ ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ബ്രീത്തബിൾ ആണെങ്കിൽ ഈ വിയർപ്പ് എന്താ പറയുക, എയർ പാസേജ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് വളരെ കംഫർട്ടബിളും തോന്നും. റാഷസ് ഉണ്ടാവില്ല, ചൊറിച്ചിലുണ്ടാവില്ല, ദുർഗന്ധം ഉണ്ടാവില്ല. അത്ര നല്ല ഫാബ്രിക് കൊണ്ടാണ് നമ്മുടെ പാൻറ്റീസ് നിർമ്മിച്ചേക്കുന്നത്. പാൻറ്റീസും ബ്രായും എല്ലാ 6 മാസത്തിനുള്ളിൽ റീപ്ലേസ് ചെയ്യണം. എത്ര നല്ല കണ്ടീഷനിലാണെന്ന് പറഞ്ഞാലും അതിനെ മാറ്റണം. എന്താന്ന് വെച്ചാൽ എന്നും നമ്മുടെ ബോഡിയോട് ഏറ്റവും ഇഴുകി ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങളാണ് ഇത്. ഇത്രയും ടൈപ്പിലുള്ള പാൻറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ ഹിന്ദി ആണെന്നുള്ളത് പേടിക്കേണ്ട. അതായത് ഔട്ടർ ഇലാസ്റ്റിക്. ഔട്ടർ ഇലാസ്റ്റിക് എന്ന് പറയുമ്പം നിങ്ങൾ നോക്കിയാൽ ഈ മേളത്തെ ഭാഗത്ത് ഇലാസ്റ്റിക് ആയിട്ട് കാണാം. അതിൽ ആ ഇലാസ്റ്റിക്കിലെ കീസോൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു ടൈപ്പ്, അതിനെ ഔട്ടർ ഇലാസ്റ്റിക് എന്നാ പറയുന്നത്. ഇനി ഇത് ഇന്നർ ഇലാസ്റ്റിക് ആണ്. ഇന്നർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് വീതി കൂടിയ ഇലാസ്റ്റിക് ആയിരിക്കും. സെയിം ഈ താഴത്തെ തുണി കൊണ്ട് ഇതിന്റെ ഇലാസ്റ്റിക്കിന്റെ പുറത്ത് അത് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ ആൾക്കാർക്ക് കുറച്ചും കൂടെ ചൂസ് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നത് ഇന്നർ ഇലാസ്റ്റിക് ആണ്. പിന്നെ ഉള്ളത് ഇത് സാൻഡ്വിച്ച് ഇലാസ്റ്റിക്. സാൻഡ്വിച്ച് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് ഇലാസ്റ്റിക് വളരെ വീതി കുറഞ്ഞ ഇലാസ്റ്റിക് ആണ്. ഒരു പ്ലെയിൻ, അതേ കളറിലുള്ള ഒരു പ്ലെയിൻ തുണി കൊണ്ട് തന്നെ ചെയ്ത ഇലാസ്റ്റിക് ആണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിന്റെ ഇലാസ്റ്റിക് വളരെ തിന്നായിട്ടുള്ള ഇലാസ്റ്റിക് ആണ്. ഈ 3 പാൻറ്റീസും ഒരു ബോക്സിൽ 3 വെച്ചാണ് വരുന്നത്. ഇപ്പൊ അത് മനസ്സിലായി കാണും. ഇത് എത്ര പേര് വാങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഇത് പ്രീമിയം പാൻറ്റീസ് ആണ്. ഇത് ശരിക്കും ഇന്ന് വരെ വാങ്ങിയിട്ടില്ലാത്തവർ ഒരു തവണ അതൊന്ന് വാങ്ങി നോക്കണം. നമുക്ക് എല്ലാവർക്കും മടിയാണ്, ഇത് 3 വെച്ച് കിട്ടുന്നുണ്ടല്ലോ, ഇത് പ്രീമിയം എന്തിനുമാണ്. പ്രീമിയം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിൽ ഏറ്റവും കംഫർട്ട് പ്രീമിയം ആയിട്ട് തോന്നും. അതായത് പ്രീമിയത്തിന്റെ മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ്, ഇട്ട് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ച് ഇത് നന്നായിട്ട് ഫ്ലെക്സിബിളും ആണ്. ഏത് ക്ലൈമാറ്റിക് കണ്ടീഷനിലും ഏറ്റവും കംഫർട്ട് തരുന്ന തരത്തിലുള്ളതാണ് പ്രീമിയം പാൻറ്റീസ്. പിന്നെ ചോയ്സ് നിങ്ങളുടേത്. ഒന്ന് വാങ്ങി നോക്കിയാൽ എന്താണ് അതിന് പ്രത്യേകത എന്നൊന്നും അറിയാമല്ലോ. അപ്പോൾ അത് തീർച്ചയായിട്ടും വാങ്ങി നോക്കണം. ഇതാണ് പ്രീമിയം പാൻറ്റീസ്. പ്രീമിയം പാൻറ്റീസ് ഒറ്റ ഒരെണ്ണമേ വരുള്ളൂ ഒരു ബോക്സിൽ കേട്ടോ. അത് 3 വരില്ല, ഒരു ബോക്സിൽ ഒന്നേ ഉള്ളൂ. ഇതിനകത്ത് പല തരമുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇലാസ്റ്റിക്, വീതി കൂടിയ ടൈപ്പ് ഇലാസ്റ്റിക്, ഇത് കണ്ടോ ഇങ്ങനെ ലേസ് ഉള്ള ടൈപ്പ് ഉണ്ട്. ഇതെല്ലാം പ്രീമിയം പാൻറ്റീസിന്റെ പല വെറൈറ്റീസ് ആണ്. ഇത് ലോ വേസ്റ്റ് ആണ്. ഇവിടെ കണ്ടോ വേസ്റ്റ് വീതി കുറവാണ്. ഇത് കണ്ടോ, ഇത് ഹൈ വേസ്റ്റ് ടൈപ്പ് ആണ്. അപ്പം ഇങ്ങനെ പല വെറൈറ്റീസ് ആണ് നമുക്ക് പ്രീമിയം പാൻറ്റീസിൽ വരുന്നത്. അപ്പോൾ ഇത്രയും വെറൈറ്റീസ്, ഇത് ലോ വേസ്റ്റ്, ഇത് ഹൈ വേസ്റ്റ്, ഇത് ഒരു മീഡിയം ടൈപ്പാണ്. ഇത് രണ്ടും, പിന്നെ ഇതും മീഡിയം ടൈപ്പിലാണ്. അപ്പൊ ഇത് ഹൈ വേസ്റ്റ്, ലോ വേസ്റ്റ്, മിഡ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രീമിയം പാൻറ്റീസ് അത് ആ ബോക്സിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വേണമെങ്കിലും അത് നോക്കാം. ഇത്രയും വെറൈറ്റീസ് ആണ് നമുക്ക് ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ലോഞ്ചറെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് ശരിക്കും വാങ്ങി പല വെറൈറ്റീസ് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതിലാണോ കംഫർട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഇത്രയും വെറൈറ്റീസ് കീസോളിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് തന്നെ ഇതെല്ലാം വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഡെയിലി യൂസിന് വീട്ടിൽ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, ചുരിദാർ ഇടുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്, സാരി ബ്ലൗസിന്റെ കൂടെ ഏതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മിനിമം 6 നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ആ മാറ്റി 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 ഇടാൻ. അപ്പോ
ഞാൻ എപ്പോഴും പറയും, ഏത് ക്ലൈമറ്റിലും ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനം ഈ സാധനങ്ങളാണ്. ചൂട് കാലത്ത് കൂടെ മാറണമെങ്കിൽ ഇത് കുറെ എണ്ണം വേണം. മഴക്കാലം ആകുമ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടാന് അപ്പോഴും വേണം കുറെ എണ്ണം. അപ്പൊ പിന്നെ ഈ സാധനം ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഹൈജീൻ സംബന്ധമായിട്ടാണെങ്കിലും ഞാൻ പറയും, എവിടെ ചെന്ന് സാനിറ്ററി പാഡുകളും ഇന്റിമേറ്റ് വാഷും പറഞ്ഞു കൊടുക്കുന്നോ അവിടെ എല്ലാം ഈ പറയുന്ന ലോഞ്ചറി നിങ്ങൾ പറയണം. എന്നുവെച്ചാൽ ഇത് നമ്മുടെ ഹൈജീനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ക്ലബ്ബ് ചെയ്ത് തന്നെ പറയാൻ പാകത്തിനുള്ളതാണ്. ഇത് ഇന്ന് കേട്ടു, ചിലപ്പോൾ ഇന്ന് തോന്നാൻ നമുക്ക് അയ്യോ ഇത് പിന്നെ ഒരു കൺഫ്യൂഷൻ. സാരമില്ല, കുറേ തവണ ഇത് ലോഞ്ചറി കേട്ട് കഴിയുമ്പം, ഞാൻ എത്ര ക്ലാസ് കേട്ടതിന് ശേഷം ആണ് ഈ ലോഞ്ചറിയുടെ സെഷൻ എടുത്ത് തുടങ്ങിയെന്ന് ചോദിച്ചാൽ, ഞാൻ അത് വാങ്ങി പലത് ടെസ്റ്റ് ചെയ്ത് ഞാൻ കംഫർട്ടബിൾ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓരോന്നിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയാൻ തുടങ്ങിയത്. ഹൈജീൻ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോലും ഞാൻ പലപ്പോഴും ലോഞ്ചറി ടച്ച് ചെയ്യില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ ഇത് എല്ലാ വെറൈറ്റീസും വാങ്ങി ഉപയോഗിച്ച് കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് ഉറപ്പോടുകൂടി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഓരോന്നിന്റെ ഡിഫറൻസ് മനസ്സിലാകും. അപ്പോൾ ഒരിക്കലും ബ്രാൻഡ് ഞാൻ മാറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാറ്റഗറിയാണ് ലോഞ്ചറിയുടെ. പക്ഷേ കീസോളിൽ ഇത്രയും വെറൈറ്റീസ് ഉള്ള സ്ഥിതിക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. വളരെ കംഫർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുക. കറക്റ്റായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.